സാമൂഹ്യ പ്രശ്നങ്ങളോട് നിങ്ങൾക്ക് ഈ നീതി പ്രവർത്തിക്കാൻ കഴിയുമോ? രാവിലെ പാൽ വാങ്ങാൻ പരിഹരിച്ചവരോട് തെറ്റാണ് എന്ന് പറഞ്ഞ നിങ്ങൾ പ്രവർത്തിച്ച നീതിബോധത്തെ നിങ്ങളുടെ ഓഫീസുകളിൽ നിങ്ങൾക്ക് മുന്നിലിരിക്കുന്ന മനുഷ്യരോട് പറയാൻ കഴിയുമോ? വളഞ്ഞ വഴികളിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അരുത് എന്ന് പറയാൻ കഴിയുമോ? അവകാശപ്പെട്ടത് നിഷേധിക്കുന്ന മനുഷ്യരുടെ മുന്നിൽ വരുമ്പോൾ അതിനു വേണ്ടി നിലകൊള്ളാൻ കഴിയുമോ? അതോ 7 മണിക്ക് മാത്രം രാവിലെ ഉയരുന്ന നീതിബോധമാണ് നിങ്ങൾ സൂക്ഷിക്കുന്നത് എന്നാണ് പറഞ്ഞു. വളരെ പ്രസക്തമായ നീതിബോധത്തെ കുറിച്ച് ഉത്തമ ബോധ്യമുണ്ടെന്നും അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണെന്ന് കരുതുമ്പോൾ തന്നെ അത് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കേണ്ട, പ്രകടിപ്പിക്കേണ്ട, പ്രാവർത്തികമാക്കേണ്ട ഒരു ഘട്ടം വരുമ്പോൾ അതിൽ നിന്നും പിൻവലിച്ചുകൊണ്ട് കേവലമായ സ്വാർത്ഥതയുടെ പ്രതീകങ്ങളായി നമ്മൾ മാറുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ കാപട്യം നിറഞ്ഞ മനോഭാവം നമ്മുടെ സമൂഹത്തെ വലിയ അർത്ഥത്തിൽ കൊള്ളയായി മാറ്റുന്നുണ്ട്. അരിക് എന്ന പേരിൽ ഈ അടുത്ത് വന്ന ഒരു സിനിമ സമ്മേളനത്തോടെ VS അനൂജ് സംവിധാനം ചെയ്യുന്ന ജാതി ചർച്ചയാക്കുന്ന സിനിമയിൽ അവസാന ഭാഗത്ത് ഒരു വാചകമുണ്ട്. അതിൽ 3 തലമുറയിൽ ജാതിയുടെ തിക്താനുഭവങ്ങളിലൂടെ കടന്നുപോയ മനുഷ്യർ 3ാമത്തെ തലമുറയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് പറയുന്നുണ്ട്, പണ്ട് ജാതി വിരുദ്ധരെ തിരിച്ചറിയാൻ കഴിയും. പണ്ട് ജാതി വിരുദ്ധർ പ്രത്യക്ഷത്തിൽ ആ വിരുദ്ധത്തോടെ കാണിക്കുമായിരുന്നു. ദളിതനോട് തുച്ഛമുള്ളവർ അവരുടെ വാക്കിലും പ്രവൃത്തിയിലും നോട്ടത്തിലും അത് പ്രകടിപ്പിക്കപ്പെടും. ഇന്ന് അതേ വിരുദ്ധത അതിനേക്കാൾ കൂടിയ അളവിൽ അവരുടെ ഒക്കെ മുമ്പിലുണ്ട്. പക്ഷെ പുറത്തറിയാൻ കഴിയില്ല. അവർ പുറത്ത് ചിരിക്കും, സഹോദരങ്ങളായി സ്നേഹിതരായി പോലും ഭാവിക്കും. പക്ഷെ ഒരു ഘട്ടം വരുമ്പോൾ നിർണായകമായ ഘട്ടത്തിൽ സഹോദരനായി അവരെ കാണേണ്ട ഘട്ടം വരുമ്പോൾ അവന്റെ ഉള്ളിൽ ഒരു മറയിട്ട് ഒതുക്കി വെച്ചിരുന്ന ജാതി വിരോധം മറന്നിക്ക് പുറത്തു വരികയും ഈ വൈരുദ്ധ്യമാണ് പണ്ട് നേരെ പ്രകടിപ്പിച്ചിരുന്ന